Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class we started our new chapter, that is parallel lines, and we studied the activities based on the first topic. Today we are going to do the rest of the exercises, that is page number 88, third question, second sub question. Draw triangle specified below, each of perimeter 10 centimeters, and first sub question is we have to draw the equilateral triangle, that we already done. And the second sub question is sides in the ratio 3:4:5. അപ്പോൾ സൈഡ്സ് ഏത് റേഷ്യോയിലായിരിക്കണം? 3:4:5 എന്നുള്ള റേഷ്യോയിൽ വരണം. അങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരിക്കണം നമുക്ക് വരയ്ക്കേണ്ട. സോ എങ്ങനെയാണ് ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നത്? അതിൻ്റെ പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ? ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? sides in the ratio 3:4:5. So first of all we have to draw a line with 10 centimeter long. 10 centimeter long varunnoru line varikka, and we can give the name as AB, and the ratio is 3:4:5. That means 3 plus 4 plus 5, that is equal to എത്രയാണ്? 7 plus 5 is 12 centimeter. So then from A to Z we have to draw a 12 centimeter line. 12 centimeter, and it is AC. We can give the name as AC, and it is in the ratio 3:4:5. 3:4:5 റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് ഓരോ ലൈനും ഏത് റേഷ്യോയിൽ പോകണം? 3:4:5 എന്നുള്ള റേഷ്യോ. ദെൻ കണക്ട് ബി സി കണക്ട് ചെയ്യുക. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ബി സി കണക്ട് ചെയ്യുക. അതിന് പാരലായിട്ട് ഈ ലൈനും വരയ്ക്കുക, അതിന് പാരലായിട്ട് ഈ ലൈനും വരയ്ക്കുക. ഓക്കെ, then we can give it as DE, FG. Okay, then എന്താണ്? Then we have to draw, this is 3, 4, 5, and the question is draw triangle അല്ലേ? അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ എവിടെ വരയ്ക്കാം? നമുക്ക് ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ട്രയാങ്കിൾ ഇവിടെ ആയിട്ട് വരയ്ക്കാം. അതിൻ്റെ ഒരു സൈഡ് ഇതായിട്ട് എടുക്കാം. നമുക്ക് അടുത്ത രണ്ട് സൈഡ്സ് ഒന്ന് AFലും ഒന്ന് FGയിലും ആയിട്ട് അതിൻ്റെ മെഷർ എടുത്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. അപ്പം AF എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം ഈ ബിയിൽ വെച്ചുകൊണ്ട് ഒരു 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്ത് കോമ്പസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം, B. ദെൻ FG എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ കണക്ട് ദാറ്റ് ആർക്ക്. ദെൻ വി വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ ദെയർ. ഓക്കെ, ദെൻ one more sub question is there, that is sides in the ratio 3:4. Third sub question, sides in the ratio 2:3:4 അല്ലേ? sides in the ratio 2:3:4, and ആ ലൈൻ്റെ ലെങ്ത് എന്താണ്? ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനിലും ലൈൻ്റെ ലെങ്ത് AB ഈസ് 10 സെൻറ്റിമീറ്റർ, ആൻഡ് ratio is 2:3:4. So that is equal to 2 plus 3 plus 4 is equal to 2 plus 3 5 plus 4 9 centimeter അല്ലേ? അപ്പോൾ 9 centimeter വരുന്ന രീതിയിൽ നമുക്കൊരു ലൈൻ വരയ്ക്കണം.
അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറഞ്ഞ് നിൽക്കും. and separate it in the ratio 2:3:5. അപ്പോൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ we have to separate it and connect these lines. This AC connect to this line. Okay, then draw the lines parallel to BC. ഈ BCക്ക് പാരലൽ ആയിട്ട് വരുന്ന ഇങ്ങോട്ട് ഈ ലൈൻസ് കണക്ട് ചെയ്യുക. അതിന് പാരലൽ ആയിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. and DEF G. Okay, then നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? We have to draw the triangle here. So നമുക്ക് ഒരു മെഷർ ഇതെന്ന് എടുക്കാം. then 2:3:4 റേഷ്യോയിലാണ്. അപ്പോൾ ഇതും this will become also 2, 3. അപ്പോൾ 2 വരുന്ന ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. then connect that lines, we will get another triangle. Okay, this is the method how to draw the triangles using the given ratio. Then the last question from this activities is, in the picture below, the diagonals of the trapezium ABCD intersect at P. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ABCD എന്ന് പറയുന്നൊരു ട്രപ്പീസിയം ആണ്. ആ ട്രപ്പീസിയത്തിൻ്റെ ഡയഗണൽസ് എന്താണ്? പിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൂവ് ദാറ്റ് PA ഇൻറ്റു PD ഈസ് ഈക്വൽ ടു PB ഇൻറ്റു PC. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PA ഇൻറ്റു PD ഈസ് ഈക്വൽ ടു PB ഇൻറ്റു PC എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വി ക്യാൻ ഡ്രോ ദ പിക്ചർ. Fourth question, first draw the trapezium. And draw trapezium. The name of the trapezium is ABCD. And draw lines or draw diagonals and meet at the point P, and that intersecting point is called P. We have to prove that PA into PD is equal to PB into PC. അതായത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? PA into PD is equal to PB into PC എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, for we can say that from the figure we can say that sides AB and DC or CD are parallel. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് എന്ത് മനസ്സിലായി? AB എന്ന് പറയുന്ന ലൈൻ CD എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആണ്. ഓക്കെ, ദെൻ എന്താണ് ഡ്രോ? നമ്മൾ അടുത്തത് ഡ്രോ EF, ഒരു ലൈൻ പാരലൽ ടു AB പാസിംഗ് ത്രൂ P. അതായത് ABക്ക് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ നമ്മൾ Pയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ABക്ക് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ നമ്മൾ കൊടുക്കുകയാണ്, which is passing through P, and we can give the name as EF. EF എന്ന് പറഞ്ഞ് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. So now the lines AB, CD and EF are parallel. അത് നമുക്ക് എഴുതാം. Now the lines AB, EF and CD are parallel. Then we can say that and we can say that എന്താണ്? These lines cut the line AC and BD in the same ratio. അപ്പം AC എന്ന് പറയുന്ന ഈ ലൈനെയും BD എന്ന് പറയുന്ന ഈ ലൈനെയും നമ്മൾ ഇപ്പോൾ വരച്ച പാരലൽ ലൈൻസ് സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ സെയിം റേഷ്യോയിലാകുമ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം PA ഈസ് ടു PC. അതായത് AC എന്ന് പറയുന്ന ലൈനിനെ ഈ Pയിലൂടെ പാസ് ചെയ്ത് പോകുന്ന PA ഈസ് ടു PC ഈസ് ഈക്വൽ ടു സെയിം റേഷ്യോയിലാകുമ്പോൾ അത് തമ്മിൽ ഈക്വൽ ആയിരിക്കും അല്ലേ? PB ഈസ് ടു PD. PB ഈസ് ടു PD, ദാറ്റ് ഈസ് നമുക്ക് റേഷ്യോനെ ഫ്രാക്ഷനിൽ എഴുതാം. PA ബൈ PC ഈസ് ഈക്വൽ ടു PB ബൈ PD. ഓക്കെ, PA ബൈ PC ഈസ് ഈക്വൽ ടു PB ബൈ PD. ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ക്രോസ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഇത് ഇതുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? PA ഇൻറ്റു
PD is equal to PC into PB അല്ലെങ്കിൽ PB into PC അങ്ങനെ ആയാലും മതി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ബ്രാക്കറ്റിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് എഴുതാം. സോ PA into PB is equal to PC അല്ലെങ്കിൽ PB into PC. ഇതായിരുന്നു നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഹെൻസ് പ്രൂവ്ഡ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഒരു ട്രപ്പീസിയത്തിൻ്റെ എന്താണ്, ഒരു ട്രപ്പീസിയത്തിൻ്റെ പി എന്നുള്ള പോയിന്റ് കണക്ട് ചെയ്ത് പോകുന്ന പോയിന്റ് മറ്റേ പോയിന്റ്സും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? PA into PB is equal to PA into PD is equal to PB into PC എന്ന് പ്രൂവ് ചെയ്യണം. So hence proved here. Then we have the next topic is triangle division. We already said that in the last class, that is relation between the parallel lines and the triangles, and some properties are there. A line which divides two sides of a triangle in the same ratio is parallel to the third side. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ അതൊന്ന് കാണിച്ച് ഡ്രോ ചെയ്ത് കാണിച്ചായിരുന്നു. എന്താണ് ഒരു ലൈൻ, ഒരു ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നൊരു ലൈൻ എന്ന് പറയുന്നത് മറ്റേ തേർഡ് ലൈനിന് പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് cuts the line in the same ratio, and the length of the line joining the midpoints of two lines of a triangle is half the length of the third side. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്ന ഈ രണ്ട് ലൈനിനെയും കട്ട് ചെയ്ത് ഇതിന് പാരലായിട്ട് പാസ് ചെയ്ത് പോകുന്ന ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് താഴത്തെ ഈ ലൈനിൻ്റെ ഹാഫ് ആയിരിക്കും. അതാണ് വേറൊരു പ്രോപ്പർട്ടി. ഓക്കെ. And in any triangle, all the perpendiculars from the vertices to the opposite side passing through a single line. And the next property is the point of intersection of the medians is called the centroid of the triangle. അപ്പം ഈ ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ പോയിന്റ്സും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ എന്താണ്? പാരലൽ ഡിവിഷൻ ആയിരുന്നു. ദെൻ വി ഹാവ് ദ activities based on triangle division that we can do in the next class. Today's class is over. Assalamu alaikum.